ഇറാനു നേരെ അതിശക്തമായ ആക്രമണമെന്ന് ട്രംപ്. ഇറാനു നേരെ അതിശക്തമായ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെള്ളിയാഴ്ച നടന്ന ക്യാബിനറ്റ് യോഗത്തിനിടെ മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് ദിവസങ്ങൾ നീളുന്ന ആക്രമണത്തിന് ട്രംപ് പദ്ധതിയിടുന്നെന്ന് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജയിക്കുക മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവർക്ക് സഹിക്കാനാകാത്തതുവരെ ഞങ്ങൾ ശക്തമായി ആക്രമിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. കഴിഞ്ഞ മാസം ഇറാനും US ഒപ്പുവെച്ച ധാരണാപത്രം ലംഘിച്ചത് ഇറാനാണെന്നും ഇനി ട്രംപ് ഈ ഭീകരപ്രവർത്തനം കണ്ടുനിൽക്കില്ലെന്നും വെള്ളിയാഴ്ച പുറത്തുവിട്ട പ്രസ്താവനയിൽ വാഷിംഗ്ടൺ പ്രസ് സെക്രട്ടറി കാരോലിൻ ലിവിറ്റ് പറഞ്ഞു. പ്രസിഡന്റ് ട്രംപിന് അർത്ഥവത്തെന്ന് തോന്നുന്ന രീതിയിൽ ഇറാൻ ചർച്ചകളിലേക്ക് തിരിച്ചെത്തുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ലിവിറ്റ് കൂട്ടിച്ചേർത്തു. മോസ്കോയിൽ ബോംബ് സ്ഫോടനം. റഷ്യയിലെ റെസ്റ്റോറന്റിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ ചാവേറായ സ്ത്രീ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. തലസ്ഥാന നഗരമായ മോസ്കോയിലെ കുദ്രിൻസ്കയ സ്ക്വയറിലെ റെസ്റ്റോറന്റിലാണ് സ്ഫോടനമുണ്ടായത്. സംഭവത്തിൽ 21ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രാദേശിക സമയം ശനിയാഴ്ച വൈകിട്ടാണ് സംഭവമുണ്ടായതെന്നാണ് റഷ്യൻ വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ട്. അജ്ഞാതമായ ഒരു സ്ത്രീ ബോംബ് കൈവശം വെച്ച റെസ്റ്റോറന്റിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ സുരക്ഷാ ജീവനക്കാർ ഇവരെ തടഞ്ഞു. ഇതിനിടെയാണ് സ്ത്രീയുടെ കൈവശം ഉണ്ടായിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചാവേറായ സ്ത്രീയും സുരക്ഷാ ജീവനക്കാരനും മറ്റൊരാളുമാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ദേശീയ ഭീകരവിരുദ്ധ സമിതിയും മോസ്കോ ഇൻവെസ്റ്റിഗേറ്റീവ് കമ്മിറ്റിയും അന്വേഷണം ആരംഭിച്ചു. എഥനോളിന് രക്ഷകന്റെ സ്ഥാനം നൽകി പെട്രോളിയം മന്ത്രാലയം. E20 പെട്രോളിന്റെ ഉപഭോഗം നിമിത്തം എണ്ണവിലയിൽ ലിറ്ററിന് ഏകദേശം 30 രൂപയോളം ലാഭം ഉപഭോക്താക്കൾക്കുണ്ടാവുന്നതായി കേന്ദ്ര സർക്കാർ. രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് ഏകദേശം $135 ഉയർന്നപ്പോൾ എണ്ണക്കമ്പനികൾ പെട്രോളിൽ എഥനോൾ ചേർത്തില്ലായിരുന്നുവെങ്കിൽ എണ്ണവില ഡൽഹിയിൽ 125 രൂപയായി ഉയരുമായിരുന്നുവെന്ന് പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നു. 20% എഥനോളും 80% പെട്രോളും കലർത്തിയ E20 പെട്രോൾ പുറത്തിറക്കിയതിനു ശേഷമാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ വിശദീകരണം. E20 പെട്രോളിനെതിരെ രാജ്യവ്യാപകമായി വിമർശനം ഉയരുന്ന സാഹചര്യത്തിലാണ് പെട്രോളിയം മന്ത്രാലയം കുറിപ്പ് പുറത്തിറക്കിയതെന്നും ശ്രദ്ധേയമാണ്. പയ്യന്നൂരിൽ നടപടിക്കൊരുങ്ങി CPM. പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM നടപടിക്കൊരുങ്ങുന്നതായി റിപ്പോർട്ട്. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാൻ ധാരണയായെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് വിഷയം ചർച്ചയായത്. ഹഡ്കോ കമ്മിറ്റിക്ക് രൂപം കൊടുക്കാനും ആലോചനയുണ്ട്. P. ഹരീന്ദ്രന്റെ നേതൃത്വത്തിലാകും കമ്മിറ്റി രൂപീകരിക്കുക. മുതിർന്ന നേതാക്കളെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും. തെരഞ്ഞെടുപ്പ് തോൽവിയും പയ്യന്നൂരിലെ പ്രശ്നങ്ങളും അടിസ്ഥാനമാക്കിയുള്ള അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് CPM നടപടി. മുൻമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചെന്ന കേസിൽ തുടരന്വേഷണത്തിന് തീരുമാനം. കണ്ണൂരിൽ മുൻമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചുവെന്ന കേസിൽ തുടരന്വേഷണത്തിന് തീരുമാനം. വീണ ജോർജിനെ KSU പ്രവർത്തകർ ആയുധം കൊണ്ട് ആക്രമിച്ചുവെന്നായിരുന്നു പരാതി. പിന്നീട് ആയുധം ഒഴിവാക്കിയിരുന്നു. പ്രതികളായ KSU പ്രവർത്തകർ നൽകിയ പരാതിയിലാണ് തുടരന്വേഷണം നടത്താനുള്ള സർക്കാർ തീരുമാനം. SP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും. ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഉത്തരവ് നാളെ ഇറങ്ങും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ കരിങ്കൊടി പ്രതിഷേധത്തിനിടെയാണ് ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവവികാസമുണ്ടായത്. ആയുധം ഉപയോഗിച്ച് കഴുത്തിന് പരിക്കേൽപ്പിച്ചെന്നായിരുന്നു മുൻമന്ത്രിയുടെ ഗൺമാന്റെ പരാതി. എന്നാൽ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ ഉന്തും തള്ളും മാത്രമാണ് ഉണ്ടായതെന്ന് വീണ ജോർജ് മൊഴി നൽകുകയായിരുന്നു. കേസിൽ KSUക്കാരായ 5 പ്രതികൾക്കെതിരെ വധശ്രമക്കുറ്റം ചുമത്തിയാണ് 2 ആഴ്ചയിലധികം ജയിലിലടച്ചത്. പ്രമാദമായ കേസിൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെ മന്ത്രി മൊഴി നൽകിയിരുന്നില്ല. സംസ്ഥാനം രൂക്ഷമായ മഴക്കെടുതിയിൽ ഉരുൾപൊട്ടിയും ഗതാഗതം തടസ്സപ്പെട്ടും മലയോര മേഖലകളും നദികൾ കരകവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളും ഒറ്റപ്പെട്ടതോടെ സംസ്ഥാനം രൂക്ഷമായ മഴക്കെടുതിയിലായി. കോട്ടയത്ത് മീനച്ചിലാർ കരകവിഞ്ഞ് പാലാനഗരം വെള്ളത്തിൽ മുങ്ങി. എരുമേലി, മുണ്ടക്കയം, മണിമല ടൗണുകളിലും വെള്ളം കയറി. ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ 8 കല്ലുകൾ വീണ് ഗതാഗതം മുടങ്ങി. ഏറ്റുമാനൂർ, പൂഞ്ഞാർ, പുനലൂർ, മൂവാറ്റുപുഴ സംസ്ഥാന പാതകളിൽ പലയിടത്തും വെള്ളം കയറി ഗതാഗതം മുടങ്ങി. മഴക്കെടുതിയിൽ 8 പേർക്ക് ജീവൻ നഷ്ടമായി. 7 പേരെ കാണാതായി. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ ഭീതി പടർത്തി. പുഴകൾ കരകവിഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഒട്ടേറെ പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. വ്യാപക കൃഷിനാശവും വസ്തുനാശവുമുണ്ട്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് തോരാമഴ ഏറെ നാശം വിതച്ചത്. തെരുവ് നായകൾക്ക് ഭക്ഷണം നൽകിയാൽ നടപടി. തെരുവ് നായകൾക്ക് വഴിയോരത്തും തെരുവിലും ഭക്ഷണം നൽകുന്നവർക്കെതിരെ നിയമ നടപടിയെടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി. തെരുവിൽ ഭക്ഷണം നൽകുന്നത് വിലക്കി ബോർഡ് സ്ഥാപിക്കും. ലംഘിച്ചാൽ പരാതി അറിയിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹെൽപ്പ് ലൈൻ നമ്പറും വരും. പൊതുസ്ഥാപനങ്ങളിൽ നോഡൽ ഓഫീസറെ നിയമിക്കാനും സർക്കാർ നിർദ്ദേശിച്ചു. തദ്ദേശ വകുപ്പിന്റെ നിർദ്ദേശം നടപ്പാക്കാൻ തദ്ദേശ സ്ഥാപന ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. തടസ്സപ്പെടുത്തിയാൽ പോലീസ് സഹായം തേടാം. നായകളുടെ എണ്ണത്തിന് ആനുപാതികമായി വാർഡുകളിൽ നിശ്ചിത കേന്ദ്രങ്ങളിൽ ഭക്ഷണം നൽകാൻ വിലക്കില്ല.
PSC നിയമന ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം സൈബർ ഫോറൻസിക് തെളിവ് ശേഖരണത്തിലേക്ക്. PSC നിയമന ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം സൈബർ ഫോറൻസിക് തെളിവ് ശേഖരണത്തിലേക്ക്. ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയിൽ റാങ്ക് തിരിമറിക്കിടയാക്കിയ ഓൺലൈൻ പരീക്ഷാ കേന്ദ്രത്തിലെ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെയുള്ളവ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കും. ഓൺ സ്ക്രീൻ മാർക്കിംഗ് സോഫ്റ്റ്വെയറും PSC ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കും. PSC പരീക്ഷാ നടപടികൾ പൂർണ്ണമായും ഓൺലൈനാണ്. സൈബർ വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിക്കുന്നതിലൂടെ ക്രമക്കേട് നടന്നത് എവിടെ നിന്നാണെന്നും ആരാണ് മുൻകൈയെടുത്തതെന്നും കണ്ടെത്താൻ കഴിയും. സോഫ്റ്റ്വെയറിൽ ഓരോ ഉദ്യോഗസ്ഥരും പ്രവേശിക്കുന്നത് പ്രത്യേക ലോഗിനിലൂടെയാണ്. ഓരോരുത്തരും നൽകിയ നിർദ്ദേശങ്ങളും വരുത്തിയ മാറ്റങ്ങളും കണ്ടെത്താനാകും. ആറന്മുള ക്ഷേത്രത്തിൽ ചടങ്ങുകൾ മാത്രം, വള്ളസദ്യകൾ മാറ്റിവെച്ചു. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഇന്നലെ 11 വള്ളസദ്യ വഴിപാടുകളാണ് ഉണ്ടായിരുന്നതെങ്കിലും മഴയും വെള്ളപ്പൊക്കവും കാരണം ക്ഷേത്രത്തിൽ ചടങ്ങ് മാത്രമാണ് നടത്തിയത്. നദിയിൽ ഒഴുക്ക് കൂടുന്നതോടെ അപകട സാധ്യതയായതോടെ പള്ളിയോടങ്ങൾ നദിയിൽ ഇറക്കരുതെന്നും പള്ളിയോട സേവാ സംഘം നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ന് 10 വള്ളസദ്യ വഴിപാടുകളാണുള്ളത്. പ്രതികൂല കാലാവസ്ഥ കാരണം ഇവയെല്ലാം മാറ്റിവെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള ചെങ്ങന്നൂർ, കോഴഞ്ചേരി, പന്തളം എന്നിവിടങ്ങളിൽ നിന്നുള്ള എല്ലാ വഴികളും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ്. ഇന്നലെ വള്ളസദ്യ വഴിപാടിനെത്തിയവർ റോഡിലൂടെ വെള്ളത്തിൽ കൂടി നടന്നാണ് ക്ഷേത്രത്തിലെത്തിയത്. ഒഴുക്കുള്ളതിനാൽ വെള്ളത്തിലൂടെ നടക്കുന്നതും അപകട സാധ്യത സൃഷ്ടിക്കുന്നുണ്ട്. വള്ളസദ്യ വഴിപാട് സ്വീകരിക്കാനെത്തിയ പള്ളിയോടങ്ങളെല്ലാം സുരക്ഷിതമാണ്. PMC പദ്ധതിയിൽ ലീഗ് നിലപാടിൽ കോൺഗ്രസിൽ അമർഷം. PMC പദ്ധതിയിൽ ലീഗ് നിലപാടിൽ കോൺഗ്രസിൽ അമർഷം. പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തീർക്കാൻ ലീഗ് നേതാക്കൾ കോൺഗ്രസിനെ പഴിക്കുന്നുവെന്നാണ് വിമർശനം. 1.5 മാസം മുമ്പ് മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചിട്ടും ഇപ്പോൾ പിന്നോട്ട് പോകുന്ന അടക്കം പറഞ്ഞ ലീഗ് നേതാക്കൾ അനാവശ്യ വിവാദം ഉണ്ടാക്കിയെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. മുന്നണിയിൽ പ്രതിസന്ധിയായതോടെ ഉപസമിതിയുടെ അന്തിമ തീരുമാനം വൈകിപ്പിക്കാനാണ് നീക്കം.